In today's class, we will discuss about some basic elementary electronics questions. Basic elementary electronics questions എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. ഇത് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ പോലും നമുക്ക് കുറച്ച് ഇലക്ട്രിക്കലാണ് വരുന്നത്, ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് വളരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ഇലക്ട്രിക്കൽ, അതായത് പാസീവ് കോമ്പണൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. നമ്മളിതുവരെ ആക്റ്റീവ് കോമ്പണൻസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ആക്റ്റീവ് കോമ്പണൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീൻ ഇപ്പോൾ കാണുന്നതിന് പ്രശ്നമുണ്ടോ? ഓക്കെ ആക്റ്റീവ് കോമ്പണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, അതായത് സെമി കണ്ടക്ടർ ഡിവൈസ് വെച്ചിട്ടുള്ള കോമ്പണൻസിനാണ് നമ്മൾ ആക്റ്റീവ് കോമ്പണൻസ് എന്ന് പറയുന്നത്. പാസീവ് കോമ്പണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലി റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സ്, സെമി കണ്ടക്ടർ വെച്ചിട്ടുള്ള ഡിവൈസുകളെ അല്ല. അപ്പോൾ പാസീവ് കോമ്പണൻസ് വെച്ചിട്ടുള്ള സർക്യൂട്ടുകളും ചോദിക്കാറുണ്ട്. കാരണം എസ്പെഷ്യലി നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ്, നിങ്ങൾക്ക് ഒരു ബൾക്കി സർക്യൂട്ട് തന്നിട്ട് അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു വളരെ വലിയ ഒരു സർക്യൂട്ട്, അതായത് നെറ്റ്വർക്ക് തന്നിട്ട് അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, അതിലൂടെ പോകുന്ന എഫക്റ്റീവ് കറണ്ട് അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ജസ്റ്റ് അതുപോലത്തെ കാര്യങ്ങളൊന്ന് നോക്കിയാണ് പോകുന്നത്. അതിനൊരു സിമ്പിൾ മെത്തേഡും ഉണ്ട് അത് കണ്ടുപിടിക്കാനായിട്ട്. ആ മെത്തേഡ് അറിയില്ലെങ്കിൽ നമുക്ക് ആ പ്രോബ്ലംസ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇനീഷ്യലി ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഗോ ഫോർ ദിസ് പാസീവ് കോമ്പണൻസ്. വാട്ട് ആർ ദ പാസീവ് കോമ്പണൻസ്? സോ ഓക്കെ, പാസീവ് കോമ്പണൻസ് ഒക്കെ നമ്മൾ നോക്കിപ്പോയതാണ്. ഫസ്റ്റ് വൺ റെസിസ്റ്ററാണ്. നമുക്ക് റെസിസ്റ്റർ എന്താണെന്ന് അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയൊന്ന് പോകുന്നതേ ഉള്ളൂ. Okay, resistor having resistance. If we apply a potential difference voltage across the resistor, there will be a current flow. A current is flowing through this. According to Ohm's law, V is equal to I into R. Okay, ഇത് പ്യൂർലി റെസിസ്റ്റൻസ് സർക്യൂട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല. ഇപ്പോൾ വോൾട്ടേജിൻ്റെ സെയിം ഫേസ് തന്നെയായിരിക്കും കറണ്ടിലുള്ളത്. നമ്മളിപ്പം വോൾട്ടേജ് വേഴ്സസ് കറണ്ട് VI ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ കൺസിഡർ സൈനസോയിഡൽ സിഗ്നലാണ് വയ്ക്കുന്നതെന്ന് വിചാരിക്കുക. കൺസിഡർ ദിസ് ഇസ് വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. ദെൻ ദ കറണ്ട് വിൽ ബി ലൈക്ക് ദിസ്, സെയിം ഫേസിൽ തന്നെയായിരിക്കും. ആ കറണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് വെച്ചിട്ടായിരിക്കും പറയുക. ഇപ്പോൾ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയും. റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടും. That is, there is no phase difference between voltage and current in a resistor. No phase difference between V and I, voltage and current. Purely resistive നെറ്റ്വർക്കിലൊക്കെ ഒരു ഫേസ് ഡിഫറൻസും ഉണ്ടാവില്ല. ഓക്കെ, then we can have inductor circuit. Go for inductor having inductance L. Okay, then consider V, and what is V? Voltage. There is a consider I is the current flowing through this. Then V is proportional to di by dt, rate of change of current. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. V is equal to di by dt എന്ന് പറഞ്ഞ ഇതായിരിക്കും. ഓക്കെ, then there will be a phase difference between ഈ ഇൻഡക്റ്റൻസും കറണ്ടിന് ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. there will be a phase difference. അതിന് നമ്മൾ പറയുക എലി എന്നാണ് പറയുക. എലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെപ്രസെൻറ്റ് വോൾട്ടേജ്
ഇ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇ അല്ലെങ്കിൽ വി വെച്ചിട്ടാണ് വോൾട്ടേജിന് ഡിനോട്ട് ചെയ്യുന്നത്. ഐ എന്ന് പറയുന്നത് കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഈ എലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഓർത്തിരിക്കാൻ എളുപ്പത്തിനാണ്. ഇൻഡക്ടർ കറണ്ട് ലാഗ് ബൈ 90 ഡിഗ്രി, വോൾട്ടേജ് ലീഡ് ബൈ 90 ഡിഗ്രി എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു ഫേസ് കർവ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് കറണ്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് ലീഡ് ബൈ 90 ഡിഗ്രി, വോൾട്ടേജ് ലീഡ് ബൈ 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ദിസ് ഈസ് വോൾട്ടേജ്. ഡിഗ്രി ലീഡ് ചെയ്യും. 90 ഡിഗ്രി ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90 ഡിഗ്രി മുന്നിലായിരിക്കും വരിക. നമ്മളൊരു ഫേസർ ഡയഗ്രാം വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഞാനൊരു ഇൻഡക്ടറും റെസിസ്റ്ററും ഉള്ള നെറ്റ്വർക്ക് വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് ഇൻഡക്ടർ, ദിസ് ഈസ് റെസിസ്റ്റൻസ്, ആൻഡ് ഐ ആം അപ്ലൈയിങ് എ വോൾട്ടേജ്. So I am applying a voltage V, and I is the current. I is the current flowing through this. Consider this is the the reactance offered by the inductor. Reactance എന്ന് പറയുന്ന resistance offered by inductor അല്ലെങ്കിൽ capacitor ആണ് reactance എന്ന് പറയുന്നത്. അപ്പോൾ reactance എന്ന് പറയുന്നത് nothing but all form of opposition of electron flow ആണ്. നമ്മൾ റെസിസ്റ്റൻസ് പ്യുവർ റെസിസ്റ്റർ അത് തന്നെയാണ് ചെയ്യുന്നത്. ഇലക്ട്രോണിൻ്റെ ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യുന്ന ഡിവൈസാണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡക്ടർ ആണെങ്കിലും കപ്പാസിറ്റർ ആണെങ്കിലും ഇലക്ട്രോണിൻ്റെ ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അതിന് പറയുന്ന ടേമാണ്. ഇപ്പോൾ പ്യൂർലി റെസിസ്റ്റൻസ് ആണെങ്കിൽ, പ്യൂർലി റെസിസ്റ്റർ ആണെങ്കിൽ കറണ്ടിന് അതിന് ഫേസ് ഡിഫറൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. നമ്മൾ പറഞ്ഞു വോൾട്ടേജും കറണ്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞു. ബട്ട് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇൻഡക്ടർ there is a reactance is offered. Reactance is nothing but the opposition to current flow. Okay, അപ്പോൾ റിയാക്റ്റൻസ് എന്ന് പറയുന്ന ഐദർ റെസിസ്റ്റർ കൊണ്ടുള്ള ഓപ്പോസിഷൻ ആവാം, അല്ലെങ്കിൽ ഇൻഡക്ടർ വെച്ചിട്ട് ഓപ്പോസിഷൻ ആവാം. അപ്പം ഇതെന്ന് പറയുന്നത്, consider I is the current flowing through the circuit, I into XL ആണ്, where XL is the reactance offered by this inductor, and here this is voltage across inductor, and voltage across resistor VR is nothing but I into R. Okay, so this is VR and this is VL. Hope you understand. And while we drawing the phasor diagram, phasor diagram വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ current is, consider this is the current direction. Current direction ഇതാണെങ്കിൽ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ ഈ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ ഈ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. വി സഫിക്സ് ആർ ഇടാം, കൺഫ്യൂസ്ഡ് ആവും. വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ വി ആർ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. ഞാൻ ഫേസർ ഡയഗ്രാമാണ് ഈ വരച്ചിരിക്കുന്നത്. ദിസ് ഈസ് ദ ഫേസർ ഡയഗ്രാം. ഫേസ് ഡിഫറൻസ് മനസ്സിലാക്കാനുള്ള ഡയഗ്രാമാണ്. ഓക്കെ, ബട്ട് ദ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ വിൽ ബി ലീഡ് ബൈ 90 ഡിഗ്രി. ദാറ്റ് ഈസ് വി എൽ എന്ന് പറയുന്ന ഐ ഇൻറ്റു എക്സ് എൽ എന്ന് പറയുന്ന ഇതായിരിക്കും. സോ എക്സ് എൽ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. എക്സ് എൽ എന്ന് പറയുന്നത് 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാകുന്ന ഒരു സർക്യൂട്ടാണ്. സോ റിയാക്റ്റൻസ് ഓഫേർഡ് ബൈ എക്സ് എൽ, ദിസ് ഈസ് ദ റെസിസ്റ്റൻസ്. സോ what is XL? XL is nothing but omega into L. Where XL is nothing but omega into, where omega is the angular frequency. Omega is the angular frequency. Okay, ഇതൊക്കെ നമ്മൾ ബേസ് ലെവലിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഒരു ഇൻഡക്ടറിനെ അക്രോസ് നമ്മൾ ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, സോ
when the frequency increases, the XL will also increase, reactance will be also increases. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇൻഡക്ടർ സർക്യൂട്ട് എടുക്കുകയാണ്, അതിനെ ക്രോസ് ആയിട്ട് നമ്മൾ DC കൊടുക്കുന്നതെങ്കിൽ അത് ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. കാരണം എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് ഇല്ല, അതായത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0 ആണ്. സോ ദാറ്റ് മീൻസ് XL വിൽ ബി 0 ആണ്. സോ ഒരു ഇൻഡക്ടറിനെ ക്രോസ് ആയിട്ട് DC കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ക്ലിയർ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇൻഡക്ടറിൽ ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ് കൊടുക്കുന്നതെങ്കിലോ അത് ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് ഓപ്പൺ ആക്ട് ആസ് എ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാനിപ്പം ഇങ്ങനെ ഒരു സർക്യൂട്ട്, സീരീസ് സർക്യൂട്ട് കൊടുത്തേക്കുവാണ്. ഞാൻ ഈ വോൾട്ടേജ് സോഴ്സ് ഇവിടെ ഞാനൊരു DC സോഴ്സാണ് വച്ചേക്കുന്നത്, AC സോഴ്സ് ആയിരിക്കും. ഓക്കെ, സോ ഞാൻ ഇതിൻ്റെ ഫ്രീക്വൻസി ഇപ്പം ഞാൻ ഫ്രീക്വൻസി ഏറ്റവും ലോ ഫ്രീക്വൻസിയാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കാം, 0 ഫ്രീക്വൻസിയാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക, അതായത് DC സോഴ്സാണ് വെച്ചിരിക്കുന്നത്. സോ ദ ഫുൾ വോൾട്ടേജ് വിൽ ബി ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടായിരിക്കും ഡ്രോപ്പ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്, ഇൻഡക്ടർ ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ഇനി ഞാൻ ഇതിൻ്റെ ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ദെൻ ദ റിയാക്റ്റൻസ് വിൽ ബി ഇൻക്രീസ് ഇൻ ദി ഇൻഡക്ടറിൽ റിയാക്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും. ദെൻ വോൾട്ടേജ് അക്രോസ് ദി ഇൻഡക്ടർ വിൽ സ്റ്റാർട്ട് ടു ഇൻക്രീസ്. അപ്പോൾ കൂട്ടിക്കൊണ്ടിരുന്ന അവസാനം ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, ഇറ്റ് വിൽ ബി റീച്ചസ് ഇറ്റ്സ് മാക്സിമം വാല്യൂയിലേക്ക് എത്തും. റെസിസ്റ്ററിനെ ക്രോസ് ആയിട്ടല്ല, ഇൻഡക്ടറിനെ ക്രോസ് ആയിട്ട് മാക്സിമം വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, ആ ഗ്രാഫ് സൂചിപ്പിക്കുന്ന അതാണ്, ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഒമേഗ 0 ആണെന്ന് വിചാരിക്കുക. ഇഫ് ഒമേഗ ഈസ് 0, വോൾട്ടേജ് അക്രോസ് ദി R വിൽ ബി മാക്സിമം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഇത് വരയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒമേഗ 0 ആണെന്ന് വിചാരിക്കുക. ഒമേഗ 0 ആണെങ്കിൽ ഈ വോൾട്ടേജ് അക്രോസ് ദി റെസിസ്റ്റർ ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. ഇനി ഒമേഗ നമ്മൾ കൂട്ടിക്കൊണ്ട് വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും, വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ കൂടും. അപ്പോൾ അത് ഇങ്ങോട്ടേക്ക് പോയി ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ മാക്സിമം വോൾട്ടേജ് ഇതിനെ ക്രോസ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ റെസിസ്റ്റൻസ്, അപ്പോൾ മാക്സിമം ഫ്രീക്വൻസിയിൽ ദർ വിൽ ബി എ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ ദിസ് വൺ. സോ ദ ഇഫക്റ്റീവ്, ഇപ്പോൾ രണ്ടിൻ്റെ റെസിസ്റ്ററിൻ്റെ റിയാക്റ്റൻസും ഇൻഡക്ടറിൻ്റെ റിയാക്റ്റൻസും റെസിസ്റ്റൻസും ഈക്വൽ വാല്യൂവിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വലൻ്റ് ഇതെന്ന് ഫേസർ ഡയഗ്രത്തിൽ ഇതെന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കിട്ടും, 45 ഡിഗ്രിയിൽ വരും എഫക്റ്റീവ് അതിൻ്റെ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. അപ്പം ഇങ്ങനെയാണത് ഒരു ഇൻഡക്ടർ സർക്യൂട്ടിൽ വർക്ക് ചെയ്യുക. ദെൻ ലൈക്ക് ദിസ് വൺ ദർ വിൽ ബി എ കപ്പാസിറ്റർ. ഓക്കെ, capacitor, we know that there is a capacitance, and capacitor, the reactance offered by the capacitor is Xc, and so this is the current is flowing through this, and we know that Xc is nothing but 1 by omega c. Okay, so in capacitor the reactance is inversely proportional to the frequency, so the omega increases, Xc will start to reduces. And in capacitor, capacitive reactance എന്ന് പറയുന്നത് അതിൻ്റെ ഫേസർ ഡയഗ്രത്തിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐസ് എന്നാണ് പറയുക. ഐസ്, I is the current. Here the current leads and voltage lags. Current leads by in capacitor and voltage lag. അപ്പോൾ നമ്മൾ ഫേസർ ഡയഗ്രാം വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിഡർ, ഇഫ് യു ഡ്രോ ദ ഫേസർ ഡയഗ്രാം, കൺസിഡർ ദിസ് ഈസ് ദ ഐ, കറണ്ടിൻ്റെ ഡയറക്ഷൻ. ബിക്കോസ് ഇപ്പോൾ ഒരു RC സർക്യൂട്ട് തന്നെയാണ് വയ്ക്കുന്നതെന്ന് വിചാരിക്കുക. റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ, ആൻഡ് I am applying voltage. So this is the source voltage. Okay, then this is the R and C, and this is the current flowing. So the current direction is, and this is the same direction like voltage across, no phase difference ആയിരിക്കും. റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ടുള്ള കറണ്ടിനും വോൾട്ടേജിനും സെയിം ഫേസ് തന്നെയായിരിക്കും. ബട്ട് ഇൻ കപ്പാസിറ്റർ കറണ്ട് ലീഡ്സ് ബൈ 90 ഡിഗ്രി. ലീഡ് ചെയ്യുകയെന്ന് വെച്ചാൽ അപ്പോൾ വോൾട്ടേജ് ലാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ വിൽ ബി ലൈക്ക് ദിസ്.
Okay, so if we draw and so this is the current direction, the voltage will be like this. There will be a phase difference, 5 phase difference ഉണ്ടാവും. This is current, this is voltage across capacitor. Okay, ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു പോകുന്നത്. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു പോകുന്നു. ഓക്കെ, ഫേസ് ഡയഗ്രത്തിൽ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഇനി കപ്പാസിറ്ററിൽ കറണ്ട് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വോൾട്ടേജിനെ വെച്ചിട്ട് കറണ്ട് 90 ഡിഗ്രി ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആൻഡ് ഓൾസോ ഇൻ കപ്പാസിറ്റർ ദ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC ഈസ് ഈക്വൽ ടു 1/ωc ആണ്. 1/ωc ആണ്. സോ ഇഫ് ഒമേഗ ഇൻക്രീസസ് വാട്ട് വിൽ ഹാപ്പൻ, XC വിൽ സ്റ്റാർട്ട് ടു റെഡ്യൂസസ്. അപ്പോൾ ഇനീഷ്യലി ഒരു DC ആണ് വെക്കുന്നതെങ്കിൽ, നമ്മളൊരു DC സോഴ്സാണ് വെക്കുന്നതെങ്കിൽ കപ്പാസിറ്റർ അക്രോസ് ആയിട്ടായിരിക്കും വോൾട്ടേജ് മൊത്തം ഡ്രോപ്പ് ആവുന്നത്. ബിക്കോസ് ഇൻ കപ്പാസിറ്റർ ഇൻ DC ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച്. സോ വോൾട്ടേജ് വിൽ ബി ഓൾമോസ്റ്റ് full voltage will be dropped across the capacitor and there will be no voltage drop at the resistor. If we increase the capacitance, what will happen? The capacitor, the reactance will be start to reduce. Okay, omega increase and XC will be start to reduce. So the capacitor across ആയിട്ടുള്ള voltage കുറഞ്ഞുകൊണ്ടിരിക്കും, resistor across ആയിട്ടുള്ള voltage കൂടിക്കൊണ്ടിരിക്കും. That is the relation between the voltage across the capacitor and resistance. Okay, so we also having RLC circuit. റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും ഉള്ള സർക്യൂട്ടറാണ്. സോ ലൈക്ക് റെസിസ്റ്റർ, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ, we are having this type of supply. So this is RLC. Okay, in this type of circuit, while we draw, this is the voltage across the resistor, voltage across the inductor, voltage across the capacitor, but the same current is flowing through the network because this is a series circuit. So if I draw this one, consider this is the direction of current and the voltage across the resistance, there will be no phase difference. Okay, fine. Then voltage across the inductor, there will be a 90 degree phase shift, and voltage across the capacitor, there will be a 90 degree phase lag. This is phase lead, phase lag is there. There is a phase lag. Okay, consider if XC is less than XL, then the effective direction will be like this. If XL is greater than XC, this will be the effective direction. Okay, if XC is greater than XL, then this will be the effective direction in phasor diagram. Okay, so അപ്പം ഈ എക്സലും എക്സി ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് എത്രമാത്രം ഫ്രീക്വൻസിയാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നതെന്നാണ് ഇതിനകത്ത് മനസ്സിലാവുക. ഓക്കെ, സോ വി നോ ദാറ്റ് XL is equal to XC കണ്ടീഷനാണ് നമ്മൾ റെസൊണൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ റെസൊണൻറ്റ് കണ്ടീഷൻ RLC സർക്യൂട്ടിൻ്റെ റെസൊണൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ഇമ്പിഡൻസ് ഉള്ള സമയത്താണ് നമ്മൾ റെസൊണൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം ആ സമയത്തെ ഫ്രീക്വൻസി, ഇതിൻ്റെ ഫ്രീക്വൻസി എന്തായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും ക്യാൻസൽ ആവണം. കാരണം അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അത് എപ്പോഴാണ് ക്യാൻസൽ ആവുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ വെനെവർ XL is equal to XC, that is a resonant condition. What is XL? XL is nothing but omega L. What is XC? XC is nothing but 1/ωc. That is a resonant frequency. അപ്പോൾ omega L
ഈസ് ഈക്വൽ ടു 1/ωc ആവുന്ന കണ്ടീഷനാണ് റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ദ റെസൊണൻറ്റ് ഫ്രീക്വൻസിക്ക് ഞാൻ ω0 എന്ന് ഇടാൻ പോവുകയാണ്. സോ ദ ω0 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/LC, that is ω0 is nothing but 1/√LC. This is the resonance frequency of the circuit. ഓക്കെ, അപ്പോൾ റെസൊണൻറ്റ് ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാൻ, സർക്യൂട്ടിൻ്റെ റെസൊണൻറ്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. 1/√LC എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഹോപ്പ് ദീസ് തിങ്സ് ആർ ക്ലിയർ ടു യു. അപ്പം ഇത് ഇങ്ങനെ ഒരു കണ്ടീഷനിൽ when at a resonant frequency RLC network will be act as purely resistive network. കാരണം എന്താണ്, എക്സെല്ലും എക്സിയോടെ ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, ആ ഫേസ് ഡിഫറൻസ് ഒന്നും ഇല്ലാതെ എക്സെൽ എക്സിയോടെ ക്യാൻസൽ ആയിപ്പോയി. സോ ദ ഫേസ് ഡിഫറൻസ് വിൽ ബി ലൈക്ക് ദിസ്. ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല, അത് പ്യൂർലി റെസിസ്റ്റൻസ് നെറ്റ്വർക്ക് പോലെ തന്നെ ആക്ട് ചെയ്യും. ഓക്കെ, സോ ഹോപ്പ് ദിസ് ഇസ് വെരി ഫണ്ടമെൻ്റൽ. ഇത് വെച്ചിട്ട് ചില ക്ലാസ്സുകളിൽ ചില സമയത്ത് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. നിങ്ങൾക്ക് എന്താണ് റിയാക്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ, എന്താണ് റിയാക്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഇൻഡക്ടർ, എന്താണ് ഈ ഫേസ് ഡിഫറൻസ് ഉണ്ടാകുന്നത്, എന്താണ് റെസൊണൻറ്റ് കണ്ടീഷൻസ് എന്നീ കാര്യങ്ങൾ ഒരു ജനറൽ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇതിനകത്ത് ഡൗട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുകയാണ്.